ലഭിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതുള്ള സന്തോഷം. എൻ്റെ പ്രിയരെ, സുഖം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ സുവിശേഷവുമായി യാത്ര ചെയ്ത സന്ദർഭങ്ങളിൽ കുറേ കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു പെട്ടതുണ്ട്. അതല്ലാതെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകളാണ് കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? നിങ്ങൾക്ക് പ്രത്യേക ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. നിങ്ങളുടെ ശുശ്രൂഷയെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ പല ആളുകൾക്കും പല സംവിധാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ വെറുതെ പൂട്ടിക്കെട്ടി വെച്ചാൽ അതുകൊണ്ട് ദൈവനാമത്തിന് ഒരു പ്രയോജനവും ഇല്ല എന്ന് മാത്രമല്ല, വെറുതെ നിങ്ങൾ കർത്താവിൻ്റെ എന്താ പറയുക, കർത്താവിൽ നിന്ന് ചിലത് കൈപ്പറ്റിയിട്ട് അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് ദൈവത്തിന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. സ്തോത്രം, ഇല്ലേ? ദൈവത്തിന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് ഒരു വാഹനം തന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് എന്താ പറയുക, സാമ്പത്തിക നന്മകൾ നൽകിയിട്ടുണ്ടാകാം. ദൈവം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജനറേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനമൊക്കെ ആയിരിക്കും. സ്തോത്രം. അത് ദൈവം നിങ്ങൾക്ക് തന്നപ്പോൾ നിങ്ങളത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി അതിൻ്റെ ലൈഫ് ചിലപ്പം ഇനി ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലൈറ്റ് ഒരു LED ലൈറ്റ്, സ്തോത്രം, 60 വാട്ട്സിൻ്റെ ഒരു LED ലൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചു. നല്ല പ്രകാശമുള്ള ലൈറ്റ്. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ മേടിച്ചതാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കാതെ വീട്ടിൽ വെച്ചാൽ ഒന്നാമത് അതിൻ്റെ ലൈഫ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ലൈഫ് തീരുകയാണ്. ഒരു ബൾബിന് ഇത്ര സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ മേടിച്ചിടുന്ന LED ബൾബ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 1 വർഷമൊക്കെ ഉള്ളത്. 1 വർഷം കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആ പരിപാടി തീരുകയാണ്. അതങ്ങനെയാണ് ആ ലൈറ്റിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയില്ല. പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജി ചെറുപ്പക്കാരൊക്കെ ഉപയോഗിച്ച ബൾബ് ദൂരെ കളയരുത്, നമുക്കത് വീണ്ടും ശരിയാക്കി എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞത് ലൈഫ് തീരുന്ന ഒരു സംവിധാനമാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. സ്തോത്രം. ഞാൻ രാവിലെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളോട് ഒരു സന്ദേശം പരിശുദ്ധാത്മാവിന് നൽകാൻ ഉണ്ട് അതിൽ നിന്ന്. ആമേൻ, സ്തോത്രം. 19-ാം അധ്യായത്തിൽ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് പെട്ടെന്ന് 20-ാം വാക്യത്തിൽ ഉടക്കി. സ്തോത്രം. ഞാൻ ആ സംഭവം ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ചു. കുറച്ചു നേരം ധ്യാനിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ ഒരു വലിയ ദൈവിക ചിന്ത ഓടി വന്നു. അത് മറ്റൊന്നുമല്ല, 20-ാമത്തെ വാക്യം, ഇതാ നിന്റെ റാത്തൻ. സ്തോത്രം, ഇതാ നിന്റെ റാത്തൻ. ഞാനത് വായിച്ചു കേൾപ്പിക്കാവേ, നിങ്ങൾ കേട്ടോ. 20-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മറ്റൊരുവൻ വന്നു, കർത്താവേ ഇതാ നിന്റെ റാത്തൻ. സ്തോത്രം. കണ്ട, ഈ സംഭവം നിങ്ങൾക്കറിയാം. കുലീനനായ ഒരു മനുഷ്യൻ, അത് നല്ലൊരു മനുഷ്യനാണ്. അയാൾ എന്ത് ചെയ്തു? ഈ 10 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, 10 ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, 10 പേർക്കും 10 റാത്തൽ കൊടുത്തു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് കിട്ടിക്കാണും കേട്ടോ. ഓരോരുത്തർക്ക് ഓരോന്ന് കിട്ടിക്കാണും. ഞാൻ പറഞ്ഞെ, ഞാൻ 10 പേരെ വിളിച്ചിട്ട് 2000 രൂപ 10 പേർക്ക് കൂടെ 2000 രൂപ 10 പേർക്കും കൊടുത്തെന്ന് പറഞ്ഞാൽ ആ 2000 രൂപ ഡിവൈഡ് ചെയ്ത് കൊടുത്തെന്നാണ് എൻ്റെ അർത്ഥം. സ്തോത്രം. എന്തായാലും 10 പേരും കൂടെ ഈ 10 മേടിച്ചിട്ട് പോയി. അതിനകത്ത് ഒരുത്തൻ ആ റാത്തൽ കൊണ്ട് അവൻ 10 റാത്തൽ ഉണ്ടാക്കിയെന്ന് എഴുതിയേക്കുന്നത്. രണ്ടാമത്തവൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ നേടി. ലാസ്റ്റ് ഒരുത്തനുണ്ട്, അവൻ വന്നിട്ട് പറഞ്ഞു, മറ്റൊരുവൻ വന്നു എന്ന് എഴുതിയേക്കുന്നത്. മറ്റൊരുവൻ വന്നു, അവൻ വന്നിട്ട് എനിക്ക് തോന്നുന്ന മറ്റുള്ളവരൊക്കെ അതിനനുസരിച്ച് ഉണ്ടാക്കി കാണും. ഇവൻ്റെ ഒരുത്തൻ്റെ കാര്യം അവിടെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്.
അവൻ പറഞ്ഞത്, ഇതാ നിന്റെ റാത്തൽ, ഇതാ നിന്റെ റാത്തൽ. സ്തോത്രം. ഒന്നും ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഉപയോഗിച്ചിട്ടില്ല, അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആർക്കോട്ട് ഉപയോഗിക്കാൻ കൊടുത്തുമില്ല, അതാരസം. സ്തോത്രം. എല്ലാവിധത്തിലും ഈ ചെറുപ്പക്കാരൻ ആരെ സഹായിക്കാനും പോയില്ല, ആർക്കും ഇത് കൊടുത്തുമില്ല. ഇതിന്റെ ഉപയോഗം ഇവൻ കാരണം ഉപയോഗമില്ലാതെ അവന്റെ കയ്യിലിരിക്കുക. എന്ത് ചെയ്യാനാണെന്ന് പറ. എന്നാൽ യജമാനൻ ഇത് കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് സുവിശേഷ സംബന്ധിയായി നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഫിലിം പ്രൊജക്ടറാകാം, ജനറേറ്ററാകാം, സൗണ്ട് സിസ്റ്റമാകാം, കീബോർഡാകാം, റിതം പാടാകാം, ഗിറ്റാറാകാം, എന്ത് സാധനമായിക്കോട്ടെ, സുവിശേഷമായി ബന്ധപ്പെട്ട് ദൈവം നിങ്ങളുടെ കയ്യിൽ ഒരു ശുശ്രൂഷയായി നിങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വരുന്നത് രാവിലെ. വെറുതെ വെച്ചോണ്ട് കളയരുത്. ഇല്ലേ? ആ ഗിറ്റാർ അവിടുന്ന് കമ്പിയും പൊട്ടി ഈ ചുക്കിരി വലയും പിടിച്ചിരിക്കുക. സ്തോത്രം. ആ കീബോർഡ് എന്തിനാ വാങ്ങി വെറുതെ അത്രയും വില കൂടിയ ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെറുതെ വെച്ചേക്കുക. ആർക്കും ഈ വാങ്ങിയവനും ഉപയോഗമില്ല, ആർക്കും ഉപയോഗമില്ല. സ്തോത്രം. ഇല്ലേ? 10,000, 3,000, 4,000 വാട്ട്സ് സൗണ്ട് വെറുതെ ഉപയോഗിക്കുന്നില്ല. 6-7 മാസമായി അത് അങ്ങനെ തന്നെ ഇരിക്കുക. സ്തോത്രം. ഇനി വാഹനം, ചില ആൾക്കാരുടെ കയ്യിൽ വലിയ വണ്ടി വരെയുണ്ട്, ടെമ്പോ ട്രാവലർ. ഞാൻ കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരനോട് പറഞ്ഞു, പാസ്റ്റേ അവർക്കൊരു ടെമ്പോ ട്രാവലർ ഉണ്ട്, അതങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ട്. സ്തോത്രം. ഇല്ലേ? ഒരു ഉപയോഗവും ഇല്ല. ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവരെ വിളിച്ച്, ആ പാസ്റ്റേ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊണ്ടുതന്നാൽ മതി, കൊണ്ടുപോക്കോ എന്ന് വേണേ അങ്ങനെയെങ്കിലും ഒന്ന് പറ. സ്തോത്രം. അപ്പം പറയാ, നിന്റെ റാത്തൽ ഇതാണ്, ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിനോട് പറയുന്നുണ്ട്, നിനക്കിത് സ്തോത്രം എവിടെയെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് നോക്കാം. 22-ാം വാക്യം. ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന എൻ്റെ ദ്രവ്യം പരിശോധന കൂടി വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? കണ്ടോ? അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആരുടെയിൽ കൊടുത്തുകൂടായിരുന്നോ? ആരുടെയിൽ കൈ കൊടുത്തുകൂടായിരുന്നോ? അപ്പം ഉപയോഗിക്കാതിരുന്നാൽ, അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നവനെ ദൈവം വിളിക്കുന്ന പേരാണ് ദുഷ്ടദാസനെ. സ്തോത്രം. നല്ല ദാസനെ എന്ന് വിളിക്കാനുള്ള പേര് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടം എല്ലാം ഓടുന്നല്ലേ. നമ്മളെ ദൈവം വിളിക്കാൻ, ദുഷ്ടദാസനെ വിളിക്കാൻ വേറെ വലിയ പരിപാടിക്കൊന്നും പോകണ്ട. അതാണ്ട് ഇത്രയും കാര്യം ചെയ്താൽ മതി. നിന്റെ റാത്തൽ ഇതാ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നിന്റെ റാത്തൽ ഇതാ. ഇന്ന് രാവിലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ന്യായവിധി വരുന്നുണ്ട്. സ്തോത്രം. ന്യായമായ വിധി വരുന്നുണ്ട് ഇന്ന് രാവിലെ. അതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി കേട്ടോ. ആ കീബോർഡൊക്കെ എടുത്തൊന്ന് ഓണാക്കി, കർത്താവ് എവിടെയോട്ടും പോവാ, തയ്യാറെടുത്തു. പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് തയ്യാറെടുത്തു. സ്തോത്രം. കൊടുത്തവൻ മടങ്ങി വരാൻ പോവാ കേട്ടോ. കൊടുത്തവൻ, തന്നവൻ മടങ്ങി വരാൻ പോവാ. അതിനു മുമ്പ് വേഗം എത്രയും പെട്ടെന്ന് വാഹനം എടുത്ത് ഇറങ്ങിക്കൂ. ഇല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സംവിധാനം ഇല്ലെങ്കിൽ അത് ആരെയും വിളിച്ച്, സഹോദര ഇവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്, കൊണ്ടുപോക്കോ, ടാക്സും ഇൻഷുറൻസ് എല്ലാം അടച്ചിട്ടേക്കുന്ന വണ്ടി, ഫ്രഷാണ്, കൊണ്ടുപോക്കോ, കർത്താവിൻ്റെ വിലയ്ക്ക്. അല്ലാണ്ട് കൊണ്ടുപോക്കോ, ഇൻഷുറൻസും ടാക്സും കെട്ടിക്കോ, പിന്നെ ടയർ നല്ലോണം മാറ്റിക്കേ, പിന്നെ ഗിയറിൻ്റെ ഓയിൽ മാറിയിട്ടില്ല, പിന്നെ ക്ലച്ച് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ പറയാനല്ല. സ്തോത്രം. എവൻ്റെ കൊടുത്ത റാത്തലേ അങ്ങനെ തന്നെ ഏൽപ്പിക്കുക, ഒരു പ്രശ്നമില്ല. എപ്പം വേണേലും അത് കൊണ്ട് നാണ്യപീഠത്തിൽ കൊണ്ട് ഏൽപ്പിക്കാം. അത് കള്ളനോട്ടൊന്നുമല്ല, കറക്റ്റാ. സ്തോത്രം. അതുകൊണ്ട് എല്ലാം റെഡിയാക്കിക്കോ. കർത്താവിൻ്റെ വരവടുത്തിരിക്കുക. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അതിൽ ഞങ്ങൾ വിശ്വസ്തരായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഈ രാവിലെ സമയം ഞങ്ങൾ
കർത്താവെ, ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണിയാണ് ഇത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിശ്വസ്തയോടെ നല്ല ദാസനെ വിളിക്കുകയോ യോഗ്യരായി തീരുവാൻ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന സാധനങ്ങൾ ചിലയിടത്തിൽ ലേറ്റസ്റ്റ് ആണുള്ളത്, ചിലയിടത്ത് ചില പഴയതൊക്കെയാണ്. പക്ഷെ അതൊന്ന് വൃത്തിയാക്കി ഏറ്റവും നന്നാക്കി തുടച്ച് ആ ജനറേറ്ററൊക്കെ ഒന്ന് തുണിയെടുത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചേ, ചില എൻജിൻ ഓയിൽ ഇട്ടിട്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കി അഴുക്കൊക്കെ കളഞ്ഞ് ഒന്ന് കർത്താവിൻ്റെ ഇതൊരു കർത്താവിന് വേണ്ടിയുള്ളതല്ലേ. സ്തോത്രം. ആ സ്പീക്കറൊക്കെ അതിൻ്റെ അകത്തുള്ള ചുക്രിയോലൊക്കെ നടിച്ച് നല്ല വൃത്തിയാക്കി, സ്തോത്രം, ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ദൈവനാമത്തിന് വേണ്ടി കേട്ടോ, കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി സ്വന്തം കാര്യത്തെക്കാളും സൂപ്പറായിട്ട് വേണം കർത്താവിൻ്റെ കാര്യം ചെയ്യാൻ. ഏറ്റവും നല്ല രീതിയിലാണ്. അല്ലാണ്ട് അതൊക്കെ മതി അങ്ങനെ പറയുന്നവനെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു സന്ദേശത്തിൽ, അങ്ങനെ പറയുന്നവനെ സൂക്ഷിച്ചോണം, അവൻ ഭയങ്കര അപകടകാരിയാണ് കേട്ടോ. അതൊക്കെ മതി എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. ഏറ്റവും ബെസ്റ്റായി കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഒരു പരിശോധന പോകണോ, ആ വണ്ടി അതിൻ്റെ ബുക്കും പേപ്പറും ക്ലിയറാക്കി, അതിൻ്റെ എൻജിൻ ഓയിലും മാറ്റി, എല്ലാം ക്ലിയറാക്കി, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, എല്ലാം അപ് ടു ഡേറ്റ് ക്ലിയർ ആക്കിയിട്ട് വേണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ. അല്ലാണ്ട് അതിൻ്റെ പുകയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അങ്ങനെ പറഞ്ഞ് നിൽക്കാതെ, അതേസമയം സ്വന്തം മകളെ അമേരിക്കയിലോട്ട് പോകാൻ നേരത്ത് അവളുടെ എവിടെ പാസ്പോർട്ട് എവിടെയായിരുന്നു അങ്ങനെ പറഞ്ഞ് നിൽക്കുമോ? എല്ലാം ക്ലിയർ ആക്കിയിട്ടല്ലേ ഇറങ്ങുള്ളൂ. കർത്താവിന് വേണ്ടി അങ്ങനെ തന്നെ ഇറങ്ങിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.